കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 40-ലേറെ സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. എംപിമാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകില്ല. കെ സുധാകരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. ഡൽഹിയിൽ നിന്ന് വിനിത വിജി, തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദിലേക്കാണ് ആദ്യം. ഷഫീദ്, ഇതിപ്പോ 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ ഒരു പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? അമൃത, ഏറെക്കുറെ നമ്മൾ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പ്രഖ്യാപനം കരുതിയിരുന്നത്. എന്നാൽ പലതരത്തിലുള്ള കാരണങ്ങൾ കാരണം ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരാനുള്ള സാധ്യത അത് നമുക്കൊരു 50-50% മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇതിനോടകം തന്നെ ഈ മുന്നണിക്കുള്ളിൽ UDF-നുള്ളിൽ ഉഭയചർച്ചകൾ കോൺഗ്രസ് പൂർത്തിയാക്കിയിരുന്നു. അപ്പോഴും മറ്റു ചില കാര്യങ്ങളിലാണ് തർക്കം തുടർന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എംപിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മത്സരിക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കുന്ന കെ സുധാകരൻ നാളെ വീണ്ടും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ വരണം. അതിനപ്പുറത്തേക്കായിരിക്കും അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. അപ്പോഴും സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ പ്രതിഷേധവുമുണ്ട്. കാരണം ഇതിനോടകം തന്നെ LDF പല മണ്ഡലങ്ങളിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾക്കടക്കം ആ വിഷയത്തിൽ ആ പേര് ഉറപ്പിച്ചിട്ടുള്ള ഷുവർ സീറ്റുകളിലടക്കം ചില കാര്യങ്ങൾ ഇപ്പോൾ തർക്കമായി ഉയരുന്നുണ്ട്. ഏതായാലും നേതൃത്വം അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഈ ഡൽഹിയിൽ നടക്കുന്ന യോഗങ്ങൾക്ക് ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതൊരു പക്ഷേ ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.